ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഞാനിപ്പം ഇങ്ങനൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ വരുന്നത് ഒരു പ്രത്യേക കാരണം കൊണ്ടാണ്. കാരണം ഇപ്പം നമ്മുടെ നാട്ടിൽ SSLC, +1, +2 ഇങ്ങനെ പബ്ലിക് എക്സാം ഒക്കെ കഴിഞ്ഞ് പിള്ളേരുടെ റിസൾട്ട് വരുന്ന ഒരു സമയമാണ്. എനിക്കറിയില്ല ഈ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ഒരു പക്ഷേ റിസൾട്ട് വന്ന് കാണും. പക്ഷെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഒരു പക്ഷേ നിങ്ങൾ ഈ റിസൾട്ടിൽ നിങ്ങൾ പ്രതീക്ഷിച്ച ഒരു വിജയം നിങ്ങൾക്ക് കിട്ടി കാണത്തില്ലായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ഫെയിലായി കാണും, നിങ്ങളുടെ പ്രതീക്ഷയ്ക്കൊത്തുള്ള മാർക്ക് കിട്ടിയില്ല, അങ്ങനെ പല ഇഷ്യൂസും കാണും. പക്ഷേ നിങ്ങളതിൽ വിഷമിക്കരുത്. അതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഒരു പക്ഷേ നിങ്ങൾ കഴിഞ്ഞ കാലങ്ങളിൽ അല്ലെങ്കിൽ പരീക്ഷയുടെ സമയത്ത് നന്നായി പഠിച്ച് കാണത്തില്ല, നിങ്ങളുടെ റിസോഴ്സസ് നന്നായിട്ട് ഉപയോഗിച്ച് കാണത്തില്ല, പല പല കാരണങ്ങൾ കാണുമായിരിക്കാം. ഞാൻ പ്രത്യേകം പറയുന്നത് ഈ ഫെയിലായിപ്പോയി അങ്ങനെയുള്ള അല്ലെങ്കിൽ മാർക്ക് കുറഞ്ഞിരിക്കുന്ന കുട്ടികളോട് ഞാൻ പറയുന്നത്. ആസ് എ ടീച്ചർ ഐ എം ടെല്ലിങ് യു ദിസ്. ഒരു ടീച്ചർ എന്ന നിലയ്ക്ക് ഞാൻ എൻ്റെ എക്സ്പീരിയൻസിലൊക്കെ ഞാൻ കണ്ട കാര്യങ്ങളും അതൊന്ന് ഷെയർ ചെയ്യുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ കുഞ്ഞുങ്ങളോട് എനിക്ക് പ്രത്യേകം പറയാനുള്ളത്, മിസ്റ്റേക്ക് വന്നു ഒന്ന് നമ്മുടെ ജീവിതത്തിൽ ഒരു ഫെയിലിയർ വന്നു എന്ന് വിചാരിച്ച് നമ്മൾ ഒരിക്കലും ബാഡ് ആവുന്നില്ല. അത് നമ്മുടെ ജീവിതത്തിൻ്റെ അവസാനവും ആകുന്നില്ല. നമ്മുടെ നാളെ നിങ്ങളുടെ ഫെയിലിയറിലോ ഒന്നും നിങ്ങൾ ഡെസ്പറേറ്റ് ആവരുത്, നിരാശരാവരുത്. ഓക്കെ, പക്ഷെ നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പം പുറകോട്ട് പോയി അത് ഫിക്സ് ചെയ്യാൻ നമുക്ക് പറ്റില്ല ആസ് എ ഹ്യൂമൻ ബീയിങ്സ്, റൈറ്റ്? പക്ഷെ നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് പുറകോട്ട് നോക്കി എന്തുകൊണ്ടാണ് ഇങ്ങനൊരു മിസ്റ്റേക്ക് നമുക്ക് വന്നത് എന്ന് നമ്മൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ കണ്ടുപിടിക്കാൻ പറ്റും. ഒരു പക്ഷേ നിങ്ങൾ നന്നായി പഠിച്ച് കാണത്തില്ല, അല്ലെങ്കിൽ നിങ്ങൾ എന്താ പറയുക, റീസോഴ്സസ് നന്നായിട്ട് ഉപയോഗിച്ച് കാണത്തില്ല, അല്ലെങ്കിൽ നിങ്ങൾ ഈ പരീക്ഷ വലിയ അത്ര ഇമ്പോർട്ടൻസ് കൊടുത്തില്ല. അങ്ങനെ പല കാര്യങ്ങളും നിങ്ങൾക്ക് തന്നെ കണ്ടുപിടിക്കാൻ പറ്റും. അത് നിങ്ങൾക്കേ പറ്റുള്ളൂ. നിങ്ങളതിരുന്ന് കണ്ടുപിടിക്കുക, ചിന്തിക്കുക. എന്നിട്ട് ആ മിസ്റ്റേക്കുകൾ ഇനിയുള്ള മുന്നോട്ടുള്ള നിങ്ങളുടെ പഠന ജീവിതത്തിൽ വരാതിരിക്കാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഓക്കെ, ഇപ്പോൾ ഒരു മിസ്റ്റേക്ക് വന്ന് ഫെയിലിയർ വന്നു എന്ന് വിചാരിച്ച് നമ്മുടെ ജീവിതം ഇവിടെ അവസാനിക്കുന്നില്ല. ഓക്കെ, മിസ്റ്റേക്ക് വന്നാലേ നമുക്ക് കൂടുതൽ പെർഫെക്റ്റ് ആകാൻ പറ്റുള്ളൂ. നമ്മൾ ചരിത്രം പഠിക്കുമ്പം നമുക്കറിയാം, ഇപ്പം പെൻസിലിൻ കണ്ടുപിടിച്ച അലക്സാണ്ടർ ഫ്ലെമിംഗ് ഒറ്റ ദിവസം കൊണ്ടൊന്നും അല്ല അത് കണ്ടുപിടിച്ചത്. അനേകം മിസ്റ്റേക്സ് അദ്ദേഹം ചെയ്ത്, ആ സയൻറ്റിസ്റ്റ് ചെയ്തിട്ടാണ് അവസാനം അദ്ദേഹം അത്രയും വലിയൊരു മരുന്ന് കണ്ടുപിടിച്ചത്, അല്ലേ? അതുപോലെ ക്രിസ്റ്റഫർ കൊളംബസ് ഒറ്റ ദിവസം കൊണ്ടൊന്നും പോയി അമേരിക്ക കണ്ടുപിടിച്ചതല്ല, അത് അമേരിക്ക ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹമാണ് അത് ലോകത്തിൻ്റെ മുമ്പിൽ അങ്ങനെ ഒരു സ്ഥലത്തെ മാപ്പിലൊക്കെ രേഖപ്പെടുത്താൻ സഹായിച്ചത്. അപ്പം അത് അദ്ദേഹത്തിന് കഴിഞ്ഞത് സത്യം പറഞ്ഞാൽ ഒരു നാവിഗേഷൻ എറർ ആ സമയത്ത് ഉണ്ടായത് കൊണ്ടാണ്, വഴി തെറ്റിപ്പോയത് കൊണ്ടാണ് അങ്ങനെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അത്രയും വലിയൊരു ഇൻസിഡൻറ്റ് നടന്നത്. അപ്പം ചില മിസ്റ്റേക്സ് അല്ല, ചില ഫെയിലിയർ അവിടെ ലൈഫിൽ ഉണ്ടാകുന്നത് അത് നല്ലതായിട്ട് എടുക്കുക. കാരണം ഇറ്റ്സ് പാസ്റ്റ്, നമുക്കിനി അതിനൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, പക്ഷേ കുഞ്ഞുങ്ങളോട് എനിക്ക് പ്രത്യേകം പറയാനുള്ളത്, യു ഹാവ് എ ബ്രൈറ്റ് ഫ്യൂച്ചർ അഹെഡ് ഓഫ് യു. അപ്പോൾ അത് നിങ്ങൾ എപ്പോഴും വിചാരിക്കുക. ഓക്കെ, നന്നായിട്ട് പഠിക്കുക. നമുക്കറിയാമല്ലോ, ഇപ്പം പാല് നമ്മുടെ എല്ലാവരുടെ വീട്ടിലുള്ളതല്ലേ. അപ്പം ആ പാലൊന്ന് ചീത്തയായി പോയാൽ എന്താ പറ്റുക? അത് തൈരായിപ്പോവും, അല്ലേ? തൈരിന് അല്ലെങ്കിൽ ഇവിടെ യോഗട്ട്, അതിന് പാലിനേക്കാളും വിലകളുണ്ട് ഇവിടെയൊക്കെ, അല്ലേ? എല്ലായിടത്തും ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്, അല്ലേ? അതുപോലെ അത് ഒന്നും കൂടി ചീത്തയായി പോയാൽ എന്താ പറ്റുക? ചീസാവും. ചീസിന് ഭയങ്കര വിലയാണ്, എല്ലാവർക്കും കൂടുതൽ ഇഷ്ടമാണ്, അല്ലേ? അപ്പം നിങ്ങളുടെ ഒരു മിസ്റ്റേക്ക് അല്ല, ഒരു ഫെയിലിയർ എന്ന് പറയുന്നത് അത് നിങ്ങൾ ബാഡ് ആണെന്നോ നിങ്ങൾ കഴിവില്ലാത്തവരാണെന്നോ ഒന്നും അല്ല അതിൻ്റെ അർത്ഥം. എവറി ഹ്യൂമൻ ബീയിങ്സ് ആർ മേക്കിംഗ് മിസ്റ്റേക്സ്. മിസ്റ്റേക്ക് ഉണ്ടാക്കാത്ത അല്ലെങ്കിൽ ജീവിതത്തിൽ ഉണ്ടാകാത്ത ഒരാൾ പോലും ഇല്ല. പക്ഷെ നമ്മൾ മിസ്റ്റേക്കിൽ നിന്ന് പഠിക്കണം.
അതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പം ഇതിൽ നിങ്ങൾ തളർന്നിരിക്കരുത്. പിന്നെ എനിക്ക് പേരൻസിനോട് ഒരമ്മയെന്ന നിലയിലും ഒരു ടീച്ചർ എന്ന നിലയിലും എനിക്ക് പറയാനുള്ളത്, ഇപ്പം ഒരുപക്ഷെ നിങ്ങൾ നിങ്ങളുടെ മക്കളോട് കമ്പൽ ചെയ്ത് കാണും, പഠിക്കുക അല്ലെങ്കിൽ മാർക്ക് കുറയുന്നൊക്കെ പറഞ്ഞു കാണും, അവർ ശ്രദ്ധിച്ച് കാണത്തില്ല. അപ്പം ഫെയിലായി അല്ലെങ്കിൽ മാർക്ക് കുറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ആ ഒരു ദേഷ്യവും ഫ്രസ്ട്രേഷനും എല്ലാം കൂടെ റിസൾട്ട് വരുന്ന സമയത്ത് നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ മേലെ നിങ്ങൾ കാണിക്കരുത്. അവരുടെ റിസൾട്ടിൽ തളർന്നിരിക്കുന്ന ഒരു സമയമായിരിക്കും. അപ്പം നമ്മുടെ ഫ്രസ്ട്രേഷൻ കൂടെ നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളുടെ മേലിട്ട് കൊടുക്കരുത്. അവരോട് നിങ്ങൾ പറയാം, ഓക്കെ ഇതുപോലെ മിസ്റ്റേക്സ് വരാം, പക്ഷേ ഇനി പറഞ്ഞിട്ട് കാര്യമില്ല, അടുത്തത് എന്താണ് അതിനെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം. നിങ്ങൾ അവരെ ചേർത്ത് പിടിക്കാൻ ശ്രമിക്കുക. അവരെ കുറ്റപ്പെടുത്തി നമ്മളുടെ ഫ്രസ്ട്രേഷനും നമ്മുടെ ദേഷ്യവും നിരാശയും എല്ലാം കൂടെ നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളുടെ മേലോട്ട് അങ്ങ് തീർക്കാൻ നോക്കിയാൽ, ചിലർ പേരൻസ് ഉണ്ട് അടിക്കും, കേഴ്സിങ് ആയിട്ടുള്ള വാക്കുകളൊക്കെ പറയും, പിന്നെ മറ്റ് പിള്ളേരോട്ട് കമ്പയർ ചെയ്യും. അങ്ങനെയൊന്നും ചെയ്യരുത്. കാരണം കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും തോന്നാൻ ബുദ്ധി തോന്നിയാൽ നഷ്ടപ്പെടുന്ന നമുക്കാണ്, നമ്മുടെ കുഞ്ഞുങ്ങളായത് അല്ലേ. ഇന്നോ നാളെ കൊണ്ടൊന്നും ലോകം അവസാനിക്കുന്നൊന്നും പോകുന്നില്ല. ഇപ്പോൾ ഒരു ഫെയിലിയർ കൊണ്ടൊന്നും വരാൻ പോകുന്നില്ല. ഓക്കെ, അതുകൊണ്ട് അവർക്ക് നല്ല മോട്ടിവേഷൻ കൊടുക്കുക, അവരെ ചേർത്ത് നിർത്തുക. ഇനിയുള്ള ഫ്യൂച്ചറിലേക്ക് നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാളും നല്ല രീതിയിൽ അവർ വരും. ഓക്കെ, സോ ഐ ഹോപ്പ് everybody will watch this and take this into your life. Thank you guys. Bye.